Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമികണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെമികണ്ടക്ടേഴ്സിന്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് ഇന്ന് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ രണ്ട് മെറ്റീരിയൽസിനെ കുറിച്ച് കൂടി ഞാൻ പറയണം. ഒന്ന് കണ്ടക്ടേഴ്സ്, രണ്ട് ഇൻസുലേറ്റേഴ്സ്. അപ്പൊ മൂന്ന് മെറ്റീരിയൽ ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് and the so-called semiconductors. Okay. അപ്പോൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമികണ്ടക്ടേഴ്സ്, ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഐസൊലേറ്റഡ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഓരോ ഡിഫറെന്റ് എനർജി ലെവൽസിലാണ്, അല്ലെ? ഈ ഓരോ ഡിഫറെന്റ് എനർജി ലെവൽസ് എന്ന് പറയും കാരണം ഓരോ ലെവൽസിനും ഡിഫറെന്റ് എനർജീസ് ആണ്. ഓക്കെ, അതൊരു ഐസൊലേറ്റഡ് ആറ്റത്തിന്റെ കേസാണ്. പക്ഷേ ഒരു മെറ്റീരിയൽ, ഇപ്പൊ ഈ ഡസ്റ്റ്, ഈ പെന്നൊക്കെ എടുക്കുമ്പോൾ n നമ്പർ ഓഫ് ആറ്റംസ് ആർ ദെയർ ഇൻ എ വെരി സ്മോൾ സ്പേസ്, അല്ലെ? അപ്പൊ ചെറിയ സ്പേസിൽ കുറെ ആറ്റം വരുമ്പോ ഈ എനർജി ലെവൽസ് തമ്മിൽ there will be small interaction. അങ്ങനെ ഇന്ററാക്ഷൻ കാരണം what happens is അവിടെ ബ്രോഡ്ലി രണ്ട് ബാൻഡ്സ് ആയിട്ടൊന്ന് മാറും. ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്, മറ്റേത് വാലൻസ് ബാൻഡ്. ഏതൊക്കെയാണ്? ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്, രണ്ട് വാലൻസ് ബാൻഡ്. രണ്ട് ബാൻഡ്സ് ആയിട്ട് നമുക്ക് എനർജി ലെവൽസ് ബ്രോഡ്ലി നമുക്ക് ഇങ്ങനെ പറയാം: കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അപ്പൊ ഒരു കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുമ്പോൾ ഈ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പിംഗ് ആയിരിക്കും. അതായത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് ഈസിലി ദേ ക്യാൻ മൂവ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. ആൻഡ് ഈ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ ഇരുന്നാൽ കണ്ടക്ഷൻ നടക്കില്ല, അത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം, എന്നാലേ എന്ത് നടക്കുള്ളൂ? കണ്ടക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ ദി ഇലക്ട്രോൺസ് in a conductor can easily move from the valence to the conduction band, which means adur conductor aanu, it's a good conductor. ഇനി അടുത്തത് ഇൻസുലേറ്റേഴ്സിന്റെ കേസ് പറയുമ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പിംഗ് ഒന്നുമല്ല. there is a large gap between the conduction band and the valence band. അപ്പൊ ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് EG അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഇടയ്ക്ക് ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കും. In general, EG value will be greater than 3 electron volt ആയിരിക്കും. ഓക്കെ, അപ്പൊ ചില ബുക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ 6 electron volt, greater than 6 electron volt എന്ന് കാണും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് തമ്മിൽ if the energy gap or the band gap is greater than 3 electron volt, then we can say that the so-called material is known as insulators. അപ്പൊ ഇവിടെ ഈ എനർജി ഗ്യാപ്പിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അതായത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഇത്രയും എനർജി ഗെയിൻ ചെയ്താലേ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നോർമൽ ഫിനോമിനൻ ഒന്നും നടക്കുമ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ they called as insulators. And the third one, it is semiconductors. Now semiconductors പറയുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് is actually less. നമ്മുടെ ഇൻസുലേറ്റേഴ്സിന്റെ അത്ര ഗ്യാപ്പ് ഇല്ല, പക്ഷേ there is a gap. അപ്പൊ this gap will be less than 3 electron volt. അപ്പൊ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ആർക്ക്? നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ ഈ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. രണ്ട് extrinsic semiconductor. Extrinsic semiconductor. Okay, അപ്പോൾ intrinsic semiconductor and extrinsic semiconductor. അപ്പോൾ ഈ ഒരു സെമികണ്ടക്ടർ എടുക്കുമ്പോൾ ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് തമ്മിൽ ഇപ്പൊ സിലിക്കൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1.21 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ജെർമേനിയം ആണെങ്കിൽ 0.67 അല്ലെങ്കിൽ നമ്മൾ 0.7 എന്നായിട്ട് എടുക്കും ദ ബാൻഡ് ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇൻട്രിൻസിക് എന്ന് വെച്ചാൽ it is the purest form of semiconductor. എന്താണ്? It is the purest form of semiconductor. Okay, ഇനി extrinsic എന്ന് വെച്ചാലോ ആ വാക്കിൽ തന്നെ എക്സ്ട്രാ, സംതിങ് എക്സ്ട്രാ is added. അതായത് ഒരു പ്യൂർ സെമി കണ്ടക്ടർ ആയ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് എക്സ്ട്രാ എന്തോ ആഡ് ചെയ്യുക. എന്തോ അല്ല ആഡ് ചെയ്യുന്നത്, we are adding an impurity. അതായത് impurity എന്ന് പറഞ്ഞാൽ സംതിങ് ഓഫ് എ ഡിഫറെന്റ് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെളി മണ്ണും ആയിട്ട് എന്നല്ല പറയുന്നത്, സംതിങ് ഓഫ് എ ഡിഫറെന്റ് നേച്ചർ. അപ്പൊ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിൽ വേറെ എന്തോ ഒരു സംഭവം ആഡ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇംപ്യൂരിറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വി കോൾ ദി ഇംപ്യൂരിറ്റി ആസ് ഡോപ്പന്റ്. എന്താ വിളിക്കുന്നത്? വി കോൾ ദി ഇംപ്യൂരിറ്റി ആസ് ഡോപ്പന്റ്.
Okay, and the process of adding the impurity we call it as doping. എന്താണ്? Doping, right? അപ്പോൾ intrinsic semiconductor is the purest form of semiconductor. അപ്പോൾ 0 Kelvin ഒക്കെ എടുത്താൽ at 0 Kelvin intrinsic semiconductor ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവന്റെ കണ്ടക്ടിവിറ്റി ഭയങ്കര ഹൈ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സോ കോൾഡ് extrinsic semiconductor ഉണ്ടാക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു intrinsic semiconductor എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, the number of electrons and number of holes will be equal there, which is equal to Ni. Ni എന്ന് വെച്ചാൽ intrinsic carrier concentration. എന്താണ് Ni? Intrinsic carrier concentration. അപ്പോൾ intrinsic semiconductor ആണെങ്കിൽ Ne equal to Nh, which is equal to Ni. Okay. ഇനി extrinsic semiconductor ഞാൻ പറഞ്ഞു we are adding something extra, അല്ലേ? Now രണ്ട് types of extrinsic semiconductor ആണ് നമുക്കുള്ളത്. ഒന്നാമത്തേത് we call it N-type semiconductor. ഏതാണ്? N-type semiconductor. അപ്പോൾ extrinsic semiconductor first type N-type semiconductor. Now N-type semiconductor is obtained by adding a pentavalent impurity. Pentavalent എന്ന് പറഞ്ഞാൽ എന്താ? 5 valence electrons ഉള്ള ഒരു impurity നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം എടുക്കുമ്പോൾ അത് ടെട്രാവാലന്റ് ആണ്, 4 valence electrons ആണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. അപ്പൊ പെന്റാവാലന്റ് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഒരു സ്റ്റേബിൾ ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി 4 + 4 8 ആണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വന്നു, which means by adding a pentavalent impurity in an n-type semiconductor we are actually getting a condition like this: number of electrons will be very much greater than the number of holes. But hole എന്ന് പറഞ്ഞാൽ it is actually the vacancy of an electron. ഒരു ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു അവസ്ഥ, അതിനാണ് ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ അസൈൻ ചെയ്യുന്നത് പോസിറ്റീവ് സൈൻ ആണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് തന്നെ വാല്യൂ ചെയ്യുന്ന തന്നെ സൈൻ പോസിറ്റീവ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾസ്. എവിടെ? ഇൻ an n-type semiconductor. ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് സെമികണ്ടക്ടർ എന്തായിരുന്നു? നമ്മുടെ p-type semiconductor ആണ് നെക്സ്റ്റ് ടൈപ്പ്. p-type. Now p-type semiconductor എന്ന് പറഞ്ഞാൽ we are adding a trivalent impurity. അപ്പൊ trivalent ആയിട്ടുള്ള ഏത് എലമെന്റ്സ് നമുക്ക് അറിയാം, trivalent impurity ആണ് ആഡ് ചെയ്യുന്നത്. So in a n-type semiconductor we are adding a pentavalent impurity. In a p-type semiconductor we are adding a trivalent impurity. അതിന് trivalent impurity എന്ന് വെച്ചാൽ 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ, അല്ലെ? ഓൾറെഡി പ്യൂർ സെമികണ്ടക്ടറിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വേക്കൻസി എവിടെ വന്നു? ഈ വേക്കൻസി ഫിൽ ചെയ്യാൻ ഇറ്റ് വിൽ ആക്ച്വലി അട്രാക്ട് ഇലക്ട്രോൺ ഫ്രം ദി ഇന്നർമോസ്റ്റ് ഓർബിറ്റ്സ്. ഇപ്പൊ ജെർമേനിയം ബോണ്ട് ചെയ്യുന്നോ സിലിക്കൺ ബോണ്ട് ചെയ്യുന്നോ ഒരു ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി വരും, ഒരു ഹോൾ ക്രിയേറ്റഡ് ആവും. വിച്ച് മീൻസ് ഹിയർ the number of holes will be very much greater than the number of electrons. ഓർത്തുവെക്കോ? So n-type semiconductor ആണെങ്കിൽ Ne is very much greater than Nh. p-type semiconductor ആണെങ്കിൽ Nh is very much greater than Ne. Okay, but രണ്ട് types of semiconductors, രണ്ട് types of extrinsic semiconductors ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു n-type semiconductor ഒരു p-type semiconductor ചേർത്ത് വെക്കുക. ആക്ച്വലി ചേർത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു പ്യുവർ സെമികണ്ടക്ടർ എടുക്കും, എന്നിട്ട് അതിന്റെ ഒരു സൈഡ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചും മറ്റേ സൈഡ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചും ഡോപ്പ് ചെയ്യും. അങ്ങനെ ഡോപ്പ് ചെയ്യുമ്പോൾ we get something known as a p-n junction diode. എന്ത് കിട്ടും? We get a p-n junction diode. ഒരു p-n junction diode എന്ന് പറയുമ്പോൾ what happens is ഒരു സൈഡ് നമ്മൾ p-type ആക്കി, ഒരെണ്ണം നമ്മൾ n-type ആക്കി. അതായത് ഒരു സൈഡ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചും മറ്റേ സൈഡ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചും ഡോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു p-n junction diode ഇനീഷ്യലി നമ്മൾ ഫോം ചെയ്തതിന് ശേഷം what actually happens is ഇനീഷ്യലി ഒരു ഫ്ലോ ഉണ്ടാവും. അതായത് നമുക്കറിയാം p-typeൽ മെജോറിറ്റി കാരിയേഴ്സ് ആരാ? ഹോൾസ് ആണ്. അതുപോലെ n-typeൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഐ റിപ്പീറ്റ്, n-typeൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, p-typeൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. ഓക്കെ, നൗ മെജോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ മൈനോറിറ്റി ഹോൾസ് ആണ്, ഇവിടുത്തെ മൈനോറിറ്റി ഇലക്ട്രോൺസും ആണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഇലക്ട്രോൺസും ഈ ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും, ഒരു റീകോമ്പിനേഷൻ ഒക്കെ നടക്കും. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഹോളിനകത്ത് കയറിയിരിക്കുന്ന പ്രോസസ്. ഓക്കെ, അപ്പൊ റീകോമ്പിനേഷൻ ഒക്കെ നടക്കും. But after some time what happens is a state is reached where a potential barrier is being built up here. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു potential barrier build up ആകുന്നു. And there is a charge separation there.
കാണാൻ പറയാം ഒരു സൈഡിൽ മൊത്തം ഇലക്ട്രോൺ ഒരു സൈഡിൽ മൊത്തം പോസിറ്റീവ് ചാർജസ്, which means there is a electric field also coming there. അപ്പൊ ഈ ജംഗ്ഷനിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. അപ്പൊ അതിന് and because of that there is an electric field there. Now what happens is, once a potential barrier is created there, a barrier ആണ്, and this barrier prevents further flow of electrons or holes across the boundary. Barrier എന്ത് ചെയ്യും? It prevents further flow of electrons or holes across the boundary. അപ്പൊ ഇനി ഇലക്ട്രോൺസിനോ ഹോൾസിനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ അബൌട്ട് ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോ നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇലക്ട്രോണും ഹോൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. Now what we do is we apply the so-called biasing. Biasing of a PN junction. Now biasing രണ്ട് types ആണ് ഉള്ളത് PN junction. ഒന്ന് we have forward biasing, രണ്ട് we have reverse biasing. അപ്പോൾ ഓർത്ത് വെക്കുക, forward biasing എന്ന് പറഞ്ഞാൽ it is a method in which the positive terminal, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, the higher terminal or the higher potential is connected to the P side and the lower potential will be connected to the N side. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? higher potential എപ്പോഴും പോസിറ്റീവ് എന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് higher potential connected to P side and lower potential connected to N side. അപ്പൊ ഹയർ പൊട്ടൻഷ്യൽ പി സൈഡിലും ലോവർ പൊട്ടൻഷ്യൽ എൻ സൈഡിലും കണക്ട് ചെയ്യുന്നു ഫോർവേഡ് ബയസിംഗ്. ഇനി റിവേഴ്സ് ബയസിംഗ് ആണെങ്കിലോ നേരെ തിരിച്ചാണ്. അപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് ബയസിംഗ് ആണ്, ഒന്ന് ഫോർവേഡ് ബയസിംഗ്, രണ്ട് റിവേഴ്സ് ബയസിംഗ്. റിവേഴ്സ് ബയസിംഗിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ദ എൻ സൈഡ്, ലോവർ ടു ദ പി സൈഡ്, ആൻഡ് ഫോർവേഡ് ഹയർ പൊട്ടൻഷ്യൽ ടു ദ പി സൈഡ്, ലോവർ പൊട്ടൻഷ്യൽ ടു ദി എൻ സൈഡ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫോർവേഡ് ബയസിംഗ് ആണെങ്കിൽ പി സൈഡിൽ ഹയർ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തു, എൻ സൈഡിലോ ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ബാറ്ററി നമ്മൾ ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തേ, അപ്പൊ ഇവിടെ നിന്ന് ഒരു വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് വരും. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ ഉണ്ടായിട്ടുള്ള ആ ചെറിയ ഇലക്ട്രിക് ഫീൽഡിലെ ഇവനെ നള്ളിഫൈ ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുന്തോറും ഇവൻ നള്ളിഫൈഡ് ആവും. അതായത് ഈ പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു വരും. പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞ് അവസാനം പൊട്ടൻഷ്യൽ ബാരിയർ വാനിഷസ്. അപ്പൊ ഒരു ഡയോഡ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ the PN junction diode will conduct. I repeat, if a PN junction diode is forward biased, it will conduct, because forward bias വരുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ബാരിയറിനെ ഇല്ലാതാക്കി കളയും. So it conducts when the diode is forward biased. Okay. ഇനി രണ്ടാമത്തെ കാര്യം റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ. അപ്പൊ റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ ഈ ടെർമിനൽസ് നേരെ തിരിയും അല്ലെ. ഈ ടെർമിനൽസ് നേരെ തിരിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് റബ് ചെയ്യാം. ടെർമിനൽസ് ഇങ്ങനെയായി. അപ്പൊ ഇവിടെ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് വന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? റിവേഴ്സ് ബയസിംഗ് ആണെങ്കിൽ, കണ്ടീഷൻ ഫോർ റിവേഴ്സ് ബയസിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതും സെയിം ഡയറക്ഷൻ ആണ് അല്ലെ. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് ആഡപ്പ് ആവും. സോ വാട്ട് ഹാപ്പൻസ്? ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആഡപ്പ് ആവുമ്പോൾ the width of the potential barrier increases. And since there is an increase in the width of the potential barrier, എന്ത് സംഭവിക്കും? The diode does not conduct അല്ലെ. ഓൾറെഡി തന്നെ പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ബാരിയറിന്റെ വിഡ്ത്ത് പിന്നെയും കൂടിയാ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. So again the width increases and the potential barrier increases. So in reverse bias a PN junction diode does not conduct. Okay. പക്ഷേ ഈ PN junction diode പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അതിനപ്പുറത്തേക്കും പോയാൽ what happens, it will break down. എന്ത് പറ്റും? The PN junction diode will break down. അപ്പൊ നമ്മളൊരു VI ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ വരയ്ക്കുവാണ്. അപ്പൊ ഇനീഷ്യലി വോൾട്ടേജ് പതുക്കെ കൂടി, അപ്പൊ ഇത് പതുക്കെ കൂടി, അങ്ങ് കൂടി പെട്ടെന്ന്. And this value we can call it as the knee voltage. Knee voltage എന്ന് പറഞ്ഞാൽ the voltage after which the current suddenly increases. The voltage after which ഇത് കറന്റ് ആണ് കേട്ടോ, ഇത് വോൾട്ടേജ്. ഓക്കെ. സോ വോൾട്ടേജ് ആഫ്റ്റർ വിച്ച് ദ കറന്റ് സഡൻലി ഇൻക്രീസസ്, അതിനാണ് നീ വോൾട്ടേജ്. അപ്പൊ മില്ലി ആംപിയർ എഴുതാം. അപ്പൊ നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ വോൾട്ടേജ് ആഫ്റ്റർ വിച്ച് ദ കറന്റ് സഡൻലി ഇൻക്രീസസ്. അപ്പൊ ആദ്യം പതുക്കെ റീസണസ് ഈ ബാരിയറിനെ ഓവർകം ചെയ്യണമായിരുന്നു ഫോർവേഡ് ബയസിംഗ് ആണെങ്കിലും അല്ലെ. ഓക്കെ. ഇനി റിവേഴ്സ് ബയസിംഗിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? റിവേഴ്സ് ബയസിംഗിൽ കറന്റ് നമുക്ക് മൈക്രോ ആംപിയർ എഴുതാം.
റിവേഴ്സ് ബയസിംഗ് വരുമ്പോൾ ഇത് വലിയ വേരിയേഷൻ ഒന്നുമില്ല, കാരണം പൊട്ടൻഷ്യൽ ബാരിയർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഇറ്റ് ബ്രേക്സ് ഡൗൺ, ബിക്കോസ് അതിന് ഫെർദർ താങ്ങാൻ പറ്റില്ല. അതിന് ഫെർദർ ഒരു റെസിസ്റ്റൻസ് താങ്ങാൻ പറ്റത്തില്ല, ഫെർദർ റിവേഴ്സ് വോൾട്ടേജ് താങ്ങാൻ പറ്റില്ല. ഇറ്റ് ബ്രേക്സ് ഡൗൺ ആൻഡ് കറന്റ് ഷൂട്ട്സ് അപ്പ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എന്താ വിളിക്കുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ സെനർ വോൾട്ടേജ് എന്ന് വിളിക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഈ റീജിയൻ, ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ റീജിയനില് കറന്റ് എത്രമാത്രം മാറിയാലും നമ്മുടെ വോൾട്ടേജ് മാറുന്നില്ല. റിപ്പീറ്റ്, കറന്റ് എത്രമാത്രം മാറിയാലും വോൾട്ടേജ് മാറുന്നില്ല അറ്റ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? നൗ അപ്പൊ ഈ സെനർ ഡയോഡ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്. ഒന്ന്, വി ഹാവ് സെനർ ഡയോഡ്, വി ഹാവ് എ ഫോട്ടോ ഡയോഡ്, we have a solar cell, we have a LED, avalanche diode. അതുപോലെ we have other applications known as full wave rectifier, half wave rectifier, etc. Okay, അപ്പൊ അതിലേക്ക് അതിനെല്ലാത്തിനും ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് തരാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ബ്രീഫ് ഓവർവ്യൂ ആണ് ഐ ആം ഗോണ ഗിവ് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിലേക്ക് പോകാം. ഏതാ? ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതാണ് എന്റെ ഡയോഡിന്റെ റെപ്രസെന്റേഷൻ കേട്ടോ. ഇതാണ് എന്റെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ റെപ്രസെന്റേഷൻ. ഈ സൈഡിൽ നമ്മൾ പി എന്നും ഇത് നമ്മൾ എൻ എന്നോ പറയുന്നത്. ഇത് പി ആണ്, ഇത് എൻ ആണ്. സപ്പോസ് ഈ സൈഡ് എർത്തിലേക്ക് കണക്ട് ചെയ്തു, ഈ സൈഡിൽ ഒരു -5 വോൾട്ട് ഉണ്ട്. ഇത്രയാണ്. ഇത് എർത്തിലേക്ക് കണക്ട് ചെയ്തു, ഇവിടെ ഒരു -5 വോൾട്ട് ഉണ്ട്. ഏതാ ഹയർ പൊട്ടൻഷ്യൽ? പി സൈഡ് ആണോ എൻ സൈഡ് ആണോ? പറ. ഇവിടെ എർത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആണ് കേട്ടോ. എർത്ത് എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് ആണെന്ന് ഓർത്തോളണം. അപ്പൊ 0 അല്ലേ -5നേക്കാളും ക്ലിയർ ആയിട്ട്? യെസ്. അപ്പൊ ദിസ് ഇസ് എ ഹയർ പൊട്ടൻഷ്യൽ. മനസ്സിലാവുണ്ടോ? ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇവിടെ 10 വന്നു, 10 വോൾട്ട്, ഇവിടെ ഒരു 5 വോൾട്ട് വന്നു. അപ്പൊ രണ്ട് സൈഡിലും പോസിറ്റീവ് ആണ്. അതേ കുറച്ചും പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യൽ എവിടെയാന്ന് നോക്കണം. ഇത് ഫോർവേഡ് ബയസ്ഡ് ആണോ റിവേഴ്സ് ബയസ്ഡ് ആണോ? പറഞ്ഞേ. പി സൈഡിലാണ് ഹയർ പൊട്ടൻഷ്യൽ വരുന്നത്, 10 വോൾട്ട് ഉണ്ട്. എൻ സൈഡില് ലോവർ പൊട്ടൻഷ്യൽ എത്രയാ? 5 വോൾട്ടേ ഉള്ളൂ. അപ്പൊ അഗെയിൻ ദിസ് ഇസ് വാട്ട്? ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അപ്പൊ ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ക്വസ്റ്റ്യൻ നിരവധി വട്ടം വരാറുണ്ട്, ഇനിയും വരാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് ക്ലിയർലി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു റെക്ടിഫയേഴ്സ്. റെക്ടിഫയർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഉണ്ട്. എന്തിനാണ് ഈ റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള മോസ്റ്റ് ഓഫ് ദ ഡിവൈസസ് ആർ വർക്കിംഗ് ഓൺ ഡി സി. അപ്പൊ എ സി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആണ് അല്ലെ. എ സി ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, നമ്മുടെ ഡിവൈസിന് എപ്പോഴും നല്ലതല്ല ഒരു കോൺസ്റ്റന്റ് എ സി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് നമ്മുടെ ഡിവൈസസ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എ സിനേക്കാളും ബെറ്റർ കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. അപ്പോ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി എ ഡിവൈസ് വിച്ച് കൻ കൺവേർട്ട് ദ എ സി ഇൻടു എ ഡി സി. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്സ്, മൂന്ന് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ, HWR, ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ വി ആർ ജസ്റ്റ് മേക്കിംഗ് യൂസ് ഓഫ് വൺ ഡയോഡ്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാകും, ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നില്ല. ഒരു ഡയോഡേ ഉള്ളൂ നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഇത് എന്റെ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇവിടെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി വളരെ കുറവാണ്. എഫിഷ്യൻസി സംതിങ് അറൌണ്ട് 40.6% ഉള്ളൂ. ഹാഫ് വേവ് റെക്ടിഫയർ എഫിഷ്യൻസി കുറവാണ്, 40.6% ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇപ്പോ ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുക്കുന്നത് എഫ് ആണെങ്കിൽ, എഫ് ഇൻപുട്ട് എഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും എഫ് തന്നെയായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും എഫ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ റിപ്പിൾ ഫാക്ടർ ഉണ്ടാകും. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു പ്യുവർ ഡി സി ആണ്. അതായത് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഡി സി ആണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു ഡി സി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന നോക്കിക്കേ, ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ട് ആണ് ഈ വരച്ചിട്ടുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഡ്യൂറിംഗ് 1/2 ഓഫ് ദ സൈക്കിൾ. അതായത് ഇതാണ് ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നിന്ന് ഇവിടം വരെ ഹാഫ് സൈക്കിൾ, ഇവിടെ നിന്ന് ഇവിടം വരെ അടുത്ത ഹാഫ്. അപ്പൊ ഈ ഫുൾ സൈക്കിൾ എടുക്കുമ്പോൾ ഇതിന്റെ ഹാഫ് സൈക്കിൾ മാത്രമേ ആര് കണ്ടക്ട് ചെയ്യുള്ളൂ?
ഹാഫ് വേ റെക്ടിഫയർ. കാരണം ഒറ്റ ഡയോഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പോസിറ്റീവ് ഹയർ പൊട്ടൻഷ്യൽ ആകുമ്പോഴേ അവൻ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോ എഫിഷ്യൻസി അതുകൊണ്ട് തന്നെയാണ് വളരെ കുറവ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ദ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് AC പ്രസന്റ് ഇൻ ദ DC ഔട്ട്പുട്ട്. അതായത് ശരിക്കും എനിക്ക് ഇങ്ങനെയല്ലേ കിട്ടണ്ടേ, പക്ഷെ എനിക്ക് ഇവിടെ എന്താ കിട്ടുമെന്ന് അറിയോ? അതായത് ഏകദേശം ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത് ഔട്ട്പുട്ട്. കപ്പാസിറ്റേഴ്സ് ഫിൽട്ടർ സർക്യൂട്ട്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി പ്യൂർ ആക്കാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ്. കപ്പാസിറ്റർ ഇൻഡക്ടർ അറേഞ്ച്മെന്റ് ആണ് ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഫിൽട്ടർ സർക്യൂട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇത് കണ്ടിട്ട് ഒരു പെർഫെക്റ്റ് DC ആയിട്ട് തോന്നിയോ? ഇല്ല. which means there are ripples in the output. എന്തുണ്ട്? റിപ്പിൾസ് ഉണ്ട് ഔട്ട്പുട്ടിൽ. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് റിപ്പിൾ ഫാക്ടർ, എമൗണ്ട് ഓഫ് AC present in the DC output. ഇത് ഏകദേശം 1.21 വരും നമ്മുടെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി കുറവാണ്, റിപ്പിൾ ഫാക്ടർ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹാഫ് വേ റെക്ടിഫയർ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻസിലൊക്കെ റേഡിയോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ ഹാഫ് വേ റെക്ടിഫയർ. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, ഹാഫ് വേ റെക്ടിഫയർ, സിംഗിൾ ഡയോഡ് ആൻഡ് ദീസ് ആർ ദ വാല്യൂസ് ഫോർ ദാറ്റ്. ക്ലിയർ? ഇനി രണ്ടാമത്തത് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയും. എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ? ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഉണ്ട് ആക്ച്വലി. ഒന്ന് സെന്റർ ടാപ്പ് റെക്ടിഫയർ, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. രണ്ട് ബ്രിഡ്ജ് റെക്ടിഫയർ. ഒന്നെന്താണ് സെന്റർ ടാപ്പ് റെക്ടിഫയർ, രണ്ട് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പൊ സെന്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യത്തില്ല. ഫുൾ വേ റെക്ടിഫയറിന്റെ രണ്ട് ടൈപ്സ് ആണ് കേട്ടോ പറയുന്നത്. ഫുൾ വേ FWR ന്റെ രണ്ട് ടൈപ്സ്. സെന്റർ ടാപ്പ് പ്രിഫർ ചെയ്യുന്ന റീസൺ പറഞ്ഞുതരാം. സെന്റർ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഈ നടുക്കുന്ന ഒരു സെന്റർ ടാപ്പിംഗ് ഉണ്ട് എന്നാണ് അർത്ഥം. എന്താണ് സെന്റർ ടാപ്പിംഗ്? സെന്ററിൽ നിന്ന് എർത്ത് ചെയ്യുവാണ്, സെന്റർ ടാപ്പിംഗ് ഉണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി സെന്റർ ടാപ്പിംഗ് ഇവന്റെ സൈസ് കുറച്ച് ബൾക്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെന്റർ ടാപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈവൻ ദോ സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെയും ബ്രിഡ്ജ് റെക്ടിഫയറിന്റെയും എഫിഷ്യൻസി എല്ലാം സെയിം ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരുന്ന അറിയോ? 81.2. അതുപോലെ ഇൻപുട്ട് ഫ്രീക്വൻസി F ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 2F ആയിരിക്കും. റിപ്പിൾ ഫാക്ടർ 0.48 ഒക്കെ ഉള്ളൂ റിപ്പിൾ ഫാക്ടർ. ഓക്കെ, അപ്പൊ റിപ്പിൾ ഫാക്ടറും കുറവാണ് ആർക്ക്? ഫുൾ വേ റെക്ടിഫയറിന്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് സെന്റർ ടാപ്പിനും ബ്രിഡ്ജിനും സെയിം ആണ്. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആരെയാണെന്ന് അറിയോ? ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 4 ഡയോഡ്സ് ഉണ്ടാവും ബ്രിഡ്ജ് റെക്ടിഫയറിൽ. അപ്പൊ ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഡയോഡ് ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ ഡയോഡ്, ഈ ഒരു ബ്രാഞ്ചിൽ 4 ബ്രാഞ്ചസ് ഉണ്ടാവും. ഫുൾ വരയ്ക്കുന്നില്ല കേട്ടോ, ഞാൻ ഫിഗർ ഷോൺ ഓൺ ദ സ്ക്രീൻ ഫോർ യു. അപ്പോ ഓരോ ബ്രാഞ്ചിലും വി ഹാവ് എ സർട്ടൻ ഡയോഡ്. അങ്ങനെ 4 ഡയോഡ്സ് ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിനുള്ളത്. ഓക്കെ, അപ്പോ വീണ്ടും പറയുന്നു, ഫുൾ വേ റെക്ടിഫയർ സെന്റർ ടാപ്പും ഉണ്ട് ബ്രിഡ്ജും ഉണ്ട്. രണ്ടുപേരുടെയും എഫിഷ്യൻസിയും ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു സെന്റർ ടാപ്പിംഗ് വരുമ്പോൾ ബൾക്കിയാണ് 2 ഡയോഡ്സ്. ഇവിടെ 4 ഡയോഡ്സ് ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് ബൾക്കി ഒന്നുമല്ല. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജസ് ഒക്കെ നോക്കിയാൽ നമ്മൾ സാധാരണ കാണുന്നത് ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അപ്പോ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ സെന്റർ ടാപ്പ് റെക്ടിഫയർ വരുമ്പോൾ 2 ഹാഫ് സൈക്കിൾസിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമല്ല നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്. സോ വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. മനസ്സിലാവുണ്ടോ? 2 സൈക്കിൾസിലും വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് ഇൻ കേസ് ഓഫ് എ സെന്റർ ടാപ്പ് റെക്ടിഫയർ. ഓക്കെ, നൗ ഇതിനൊരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്താൽ മറ്റതിനേക്കാളും നമ്മുടെ ഹാഫ് വേവിനേക്കാളും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെന്റർ ടാപ്പ് അല്ലെങ്കിൽ ഫുൾ വേവ് പ്രിഫർ ചെയ്തു എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഒരു പെർഫെക്റ്റ് DC ഒന്നും പറയാൻ പറ്റില്ല. റിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് കേസ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2 റെക്ടിഫയേഴ്സ്. ഒന്ന് ഹാഫ് വേ റെക്ടിഫയർ, 2 ഫുൾ വേ റെക്ടിഫയർ. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. ഐ ക്യാൻ ഷെയർ യു വിത്ത് സം നോട്ട്സ് ഓർ സംതിങ് ഇഫ് യു വാണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽ നോട്ട്സ് ഫോർ ദാറ്റ്. ഓക്കെ, ഒരു ഓവർവ്യൂ ആണ്. മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്റർ ടാപ്പ് റെക്ടിഫയർ 2 ഡയോഡ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ മറ്റേ ആൾ കണ്ടക്ട് ചെയ്യില്ല. അതേപോലെ ഇവിടെ 2 പേര് കണ്ടക്ട് ചെയ്യുമ്പോൾ ബാക്കി 2 പേര് കണ്ടക്ട് ചെയ്യില്ല. അറ്റ് എ ടൈം ഇവിടെ 2 പേരെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, ഇവിടെ അറ്റ് എ ടൈം ഒരാളെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് 2 സൈക്കിളിലും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. റൈറ്റ്, അപ്പൊ നമുക്ക് അടുത്തിലേക്ക് സെനർ ഡയോഡ്. നെക്സ്റ്റ് വൺ ഇസ് സെനർ ഡയോഡ്. അപ്പൊ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ കുറിച്ച് അല്ലെ.
അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന ചിന്തയാണ് നമ്മൾ ഈ സെനർ ഡയോഡിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. എന്താ പറയുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ എന്നും പറയുന്നുണ്ട് സെനർ ഡയോഡിനെ, അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ സെനർ ഡയോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റെപ്രസെന്റേഷൻ ഇതാണ് സെനർ ഡയോഡിന്റെ. ഈ സെനർ ഡയോഡിന്റെ പ്രത്യേകത നിങ്ങൾ ആ ഗ്രാഫിൽ നേരത്തെ കണ്ടിരുന്നു. കറന്റ് എത്രമാത്രം കൂടിയാലും സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാറില്ല. കറന്റ് എത്രമാത്രം കൂടിയാലും സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാറില്ല, അല്ലെ? അപ്പൊ സെനർ ഡയോഡ് ഇസ് എ ഡയോഡ് which works in the reverse bias region. അപ്പോൾ ഒരു റിവേഴ്സ് ബയസ് റീജിയനിലാണ്, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ് നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പെഷ്യലി മെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സെനർ വോൾട്ടേജ്. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഡയോഡിന് പറയുന്ന പേരാണ് സെനർ ഡയോഡ് ആൻഡ് ഇറ്റ് ഇസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പൊ ഇവർ എന്താ ചെയ്യുന്നത്? ഈ കറന്റ് എത്രമാത്രം മാറിയാലും, ഈ കറന്റിന്റെ വാല്യൂ എത്രമാത്രം മാറിയാലും വോൾട്ടേജ് മാറില്ല. Which means സെനറിന് അക്രോസ് നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്താൽ, എന്റെ ലോഡ് റെസിസ്റ്റൻസ് ടി വി ഫ്രിഡ്ജോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഈ സെനർ ഡയോഡിന് അക്രോസ് ഒരു ലോഡ് കണക്ട് ചെയ്താൽ ഈ RL അക്രോസ് ഉള്ള വോൾട്ടേജ് ജന്മം ചെയ്താൽ മാറത്തില്ല. RL അക്രോസ് ഉള്ള വോൾട്ടേജ് മാറില്ല. ബിക്കോസ് സെനർ ensures that it remains a constant. സെനറിന്റെ വോൾട്ടേജ് 5 വോൾട്ട് ആണെങ്കിൽ RLന്റെ വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. സെനറിന്റെ വോൾട്ടേജ് 110 വോൾട്ട് ആണെങ്കിൽ ഇവന്റെ വോൾട്ടേജ് 110 വോൾട്ട് ആയിരിക്കും. സെനറിന്റെ വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് തന്നെ RLന്റെ അക്രോസും ഉണ്ടാകും. സോ ഇറ്റ് ensures that the voltage is remaining a constant. അപ്പൊ സെനർ ഡയോഡ് നമുക്ക് പല വോൾട്ടേജ് സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് സെനർ ഡയോഡ്. ഓക്കെ, അപ്പൊ റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇറ്റ് ensures that the voltage across the device which is where it is connected remains a constant. സെനറിന്റെ വോൾട്ടേജ് തന്നെ ആയിരിക്കും ആ റെസിസ്റ്റൻസിന്റെയും വോൾട്ടേജ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും കേട്ടോ, മറന്നു പോകരുത്. സെനറിന്റെ വോൾട്ടേജ് തന്നെ ആയിരിക്കും അവനെ അക്രോസ് കണക്ട് ചെയ്ത ലോഡ് റെസിസ്റ്റൻസിന്റെയും വോൾട്ടേജ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അടുത്തത് we have something known as a photo diode. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഫോട്ടോ മീൻസ് വാട്ട്? ലൈറ്റ് ആണ്, അല്ലെ? അപ്പൊ ഫോട്ടോ ഡയോഡ് അഗെയിൻ ഒരു റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. എന്താണ്? റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ റിവേഴ്സ് ബയസ് ചെയ്യാൻ നമുക്ക് റിവേഴ്സ് ബയസിങ് ദ PN ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ ഇവിടെ ഒരു റീജിയൻ ഉണ്ടാകും, ഇത് ലൈറ്റ് സെൻസിറ്റീവ് റീജിയൻ ആണ്. അത് എന്താ ഇവിടെയുള്ള റീജിയൻ? നമ്മുടെ PN ജംഗ്ഷൻ അല്ലെ? ഈ PN ജംഗ്ഷനിൽ ഒരു ഫോട്ടോ ഡയോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? വി ആർ അലൗവിംഗ് ലൈറ്റ് ടു ഫോൾ ഓൺ ദ PN ജംഗ്ഷൻ. ഈ PN ജംഗ്ഷനിൽ ലൈറ്റ് വീഴുമ്പോൾ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ഫോൾസ് ഓൺ ദ PN ജംഗ്ഷൻ. ഇവിടെയുള്ള ഇലക്ട്രോൺസിനും ഹോൾസിനും എനർജി ഗെയിൻ ചെയ്യും ആൻഡ് ദേ സ്റ്റാർട്ട് റീകമ്പൈനിങ്. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? ഈ റീകോമ്പിനേഷൻ കാരണം the electrons and holes can now flow across. Electrons and holes can now flow across. ഓർക്കണം, ഇതൊരു റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആയിരുന്നു, അല്ലെ? ഫോട്ടോ ഡയോഡ് നമ്മൾ സ്വിച്ച് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ലൈറ്റ് വരുമ്പോൾ ഓഫ് ആവാനും ഓൺ ആവാനുമുള്ള സിസ്റ്റംസ് എല്ലാം നമ്മൾ ഫോട്ടോ ഡയോഡ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു റിവേഴ്സ് ബയസ്ഡ്, ഓർക്കണം എന്ത് ബയസ്ഡ് ആണ്? റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ക്വസ്റ്റ്യൻ വരുടെ ചിലപ്പോ റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. അപ്പോ ഒരു ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇന്റൻസിറ്റി വീഴുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ക്യാൻ ആക്ച്വലി വർക്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന, സപ്പോസ് നമ്മൾ ഈ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് ഒരു സോളാർ സെല്ലൊക്കെ എടുക്കുമ്പോൾ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് ലൈറ്റ് കണക്ട് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പൊ ഈ ബാറ്ററി എന്തിനാണെന്ന് അറിയോ? ആ ലൈറ്റിനെ കത്തിക്കാനല്ല, ഈ ബാറ്ററി ഇവനെ ബയസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ബാറ്ററി യൂസ് ചെയ്യുന്ന ഇവനെ ബയസ് ചെയ്യാൻ വേണ്ടിയാ. വേറെ ബൾബൊക്കെ കത്തിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഓക്കെ, സോളാർ സെല്ലാണെങ്കിലാണ് ഇവിടെ വീഴുന്ന ഇതെടുത്തിട്ട് റീകോമ്പിനേഷൻ എടുക്കുമ്പോൾ ചാർജ് സെപ്പറേഷൻ കൊണ്ടുവന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഫോട്ടോ ഡയോഡിൽ എന്താ ചെയ്യുന്നത് അറിയോ? ഫോട്ടോ ഡയോഡ് ഒരു സ്വിച്ച് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫോട്ടോ ഡയോഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ LED. LED-യുടെ ഫുൾ നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഫുൾ ഫോം ഓഫ് LED, വാട്ട് ഇസ് ഇറ്റ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പൊ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റേഷൻ ഏകദേശം ഇങ്ങനെ വരും, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, റെപ്രസെന്റേഷൻ. അപ്പോൾ LED എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫോർവേഡ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ്. എങ്ങനെയാണ്? ഫോർവേഡ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ സെനർ ഡയോഡ് എങ്ങനെയായിരുന്നു? റിവേഴ്സ് ബയസ്ഡ്. ഫോട്ടോ ഡയോഡ് എങ്ങനെയാണ്? റിവേഴ്സ് ബയസ്ഡ്.
LED എങ്ങനെയാണ് ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോ ഡയോഡിലെ ക്യാര കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ക്യാര നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്, പല ഡിഫറെന്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജസിന് ഇങ്ങനെയാണ് കേട്ടോ ക്യാര വരുന്നത്. ഓക്കെ, റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ടാണ് ഈ റീജിയനിൽ വരുന്നത്. ഓർത്ത് വെക്കുക എക്സാമിന് വരാം. ഓക്കെ, again this is actually the voltage and this is the current nodes. LED എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫോർവേഡ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. അപ്പൊ നമ്മൾ കർവ് വരയ്ക്കുമ്പോഴും ഫോർവേഡ് ബയസ് റീജിയനിൽ തന്നെ വരയ്ക്കാം അല്ലെ. ഇനി ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇങ്ങനെ പല പല കളേഴ്സ് ഓഫ് LEDs ഉണ്ട്. നമുക്ക് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സ് ഓഫ് LEDs ആണ്. ഓക്കെ, അപ്പൊ ഈവൻ നൗ ലൈറ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളേർഡ് ആണ്, വൈറ്റ് ആണ്. അപ്പൊ പല LEDs ഉണ്ട്. അപ്പൊ പല LEDസിനും അവന്റെ VI ക്യാര വിൽ ബി ഡിഫറെന്റ്. അവന്റെ VI ക്യാര വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വിബ്ജിയോർ ഇല്ലേ, വിബ്ജിയോർ തിരിച്ചിടുക, അതാണ് ഈ ഓർഡർ. അപ്പൊ ഇത് വയലറ്റ് ആണെങ്കിൽ BGYOR അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വിബ്ജിയോർ ഇത് കൂട്ടില്ല കേട്ടോ, ഇത് കൂട്ടില്ല. വിബ്ജിയോർ തിരിച്ചിടുക. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണിക്കും. ഓക്കെ, ഇതിൽ ഏതാണ് റെഡ് ഏതാണ് ഗ്രീൻ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ ഓർത്തോളം വിബ്ജിയോർ തിരിച്ചിടുക. വിബ്ജിയോർ GYOR അല്ലെ. അപ്പൊ ആദ്യം വരുന്നത് ഗ്രീൻ, രണ്ടാമത് വരുന്നത് റെഡ്. വിബ്ജിയോർ തിരിച്ചിടുക. പറഞ്ഞ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം ഓർത്ത് വെക്കാൻ. അപ്പൊ ഏതാണെന്ന് ഐഡന്റിഫൈ വന്നിട്ടുണ്ട്, പ്രീവിയസ് ആണ്. അപ്പൊ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വന്നാൽ റിമെമ്പർ ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എന്ത് LED. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സോളാർ സെൽ. സോളാർ സെൽ നമ്മൾ ബയസ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ബയസിങ് എ സോളാർ സെൽ. അൺബയസ്ഡ് PN ജംഗ്ഷൻ ആണ്. കാരണം സോളാർ സെല്ലിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ നോക്കുവാണ് അല്ലെ. വി ഗോണ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഫ്രം ദ സോളാർ സെൽ. അപ്പൊ ഈ PN ജംഗ്ഷൻ റീജിയനിൽ ഒരു സ്ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇന്റൻസിറ്റി വീഴുമ്പോൾ what happens is there is a generation of charge carriers. There is a generation of charge carriers taking place here. ഈ ചാർജ് കാരിയേഴ്സ് വിൽ ബി സെപ്പറേറ്റഡ് ആൻഡ് കളക്റ്റഡ്. അപ്പൊ മൂന്ന് പ്രോസസ്സ് പറഞ്ഞു, ജനറേഷൻ, സെപ്പറേഷൻ, കളക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ NCERT റെഫർ ചെയ്താൽ വേറൊരു വലിയ ഫിഗർ ഒക്കെ കാണാം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് വെച്ച് കളിച്ചതേ ഉള്ളൂ. ഇത് തന്നെ PN ജംഗ്ഷൻ ഡയോഡ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവും വന്നു. എന്ത് വന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ആയി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ട്യൂബ് ലൈറ്റിലോ ബൾബിലോ സോളാർ ഹീറ്റിലോ whatever we are giving it lights up. അപ്പൊ സോളാർ സെൽ എന്ന് പറയുമ്പോൾ ബയസിംഗ് ഉണ്ടോ? ഇല്ല. there is no biasing, it is unbiased. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണ് അല്ലെ. വി ആർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഫ്രം ദെയർ യൂസിങ് എ സോളാർ സെൽ. റൈറ്റ്, സോളാർ സെൽ നമുക്കറിയാം. ഇപ്പം ഞാൻ കൊച്ചിക്കാരനായിരുന്നു, കൊച്ചിക്കാരൻ അഭിമാനിക്കുന്ന സിയാൽ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെ, അവിടെ ഫുള്ളി ഓപ്പറേറ്റഡ് ഓൺ എന്താണ്? സോളാർ സെല്ലാണ്. നമ്മുടെ വീടുകളിൽ വെക്കാം നമുക്ക് സോളാർ സെൽ. ഹൈലി എഫിഷ്യന്റ് ആണ് സംഭവം, ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇപ്പൊ LED കുറിച്ച് പറയുമ്പോൾ ഫാസ്റ്റ് ഓപ്പറേഷൻ ആണ് LED, ക്വിക്ക് റെസ്പോൺസ് ആണ്. ലൈറ്റ് ഇടുമ്പോൾ തന്നെ ബൾബ് കത്തും. ലോങ് ലൈഫ് ഉണ്ട്, പെട്ടെന്ന് അതിനൊന്നും ചീത്തയാവത്തില്ല നമ്മുടെ LEDs. ഓക്കെ, ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മേടിച്ചാൽ പെട്ടെന്ന് കേടായി പോകും എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഫോട്ടോ ഡയോഡ് ആണെങ്കിലും ക്വിക്ക് ആക്ഷൻ ആണ്, സ്വിച്ചിങ് ഓൺ സ്വിച്ചിങ് ഓഫ് ഒക്കെ ഫാസ്റ്റ് ആക്ഷൻ ആണ് കേട്ടോ. Okay, അപ്പോൾ I hope this much point is clear for you. I have not went into much detail about all these things. നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് NCERT ഒന്ന് വായിക്കുക. അത് കുറെ അധികം പോയിന്റ്സ് ബയസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോകാം. റൈറ്റ്, അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ രണ്ട് ടൈപ്സ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയറിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് we are moving on to the very important topic, question വരാൻ വളരെ ഹൈ ചാൻസ് ഉള്ള topic, and that is about transistors. Okay, now transistor എന്ന് പറഞ്ഞാൽ it is a 3-terminal device. എന്താണ് ട്രാൻസിസ്റ്റർ? it is a 3-terminal device. 3 ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ 3 ടെർമിനൽസ് എന്ന് പറയുമ്പോൾ let me draw a basic transistor. 3 regions ആണുള്ളത് ട്രാൻസിസ്റ്ററിന്. ഒന്ന് we call as the emitter region, we have a base region, we have a collector region. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവാം. ഒന്നല്ലെങ്കിൽ we can have an NPN ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ. ഏതൊക്കെയാവാം? ഒന്നല്ലെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ആവാം, അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ആകാം. അപ്പൊ എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ ആൻഡ് കളക്ടർ റീജിയൻ ഒരു 3-terminal ഡിവൈസ് ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. അപ്പൊ ഇങ്ങനെ 3 റീജിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ 2 PN ജംഗ്ഷൻസ് ഉണ്ടാവും അവിടെ. ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ടാകും, അതുപോലെ ഇവിടെയും ഒരു PN ജംഗ്ഷൻ ഉണ്ടാകും. റൈറ്റ്, നൗ 2-3 കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ഓർത്ത് വെക്കണം ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആട്ടോ, ബേസ്ഡ് ഓൺ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ
നമ്മുടെ emitter region ആയിരിക്കും most heavily doped. Second place collector, third place base. ഏതാണ് most heavily doped? First place emitter, second place collector, third place base. Base region ആണ് ഏറ്റവും ലൈറ്റ് ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞല്ലോ ആഡിങ് ആൻ ഇമ്പ്യൂരിറ്റി, റൈറ്റ്? ഇനി അതാണ് ബേസ്ഡ് ഓൺ ഡോപ്പിംഗ്. ഇനി വിത്ത് അല്ലെങ്കിൽ ഏരിയ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ, വിത്ത് ഓർ ഏരിയ ബേസ് ചെയ്ത് പറയുമ്പോൾ, collector region will have the greatest area or width, second place emitter, third place base. അപ്പൊ അവിടെയും ബേസ് റീജിയൻ ആണ് ഏറ്റവും കുറവ് വിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോ ബേസ്ഡ് ഓൺ ഡോപ്പിംഗ്, എമിറ്റർ റീജിയൻ വിൽ ഹാവ് ദ ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. അടുത്ത് കളക്ടർ വരും, പിന്നെ ബേസ് വരും. വിട്ട് വരച്ച് പറയുമ്പോഴോ ആദ്യം കളക്ടർ, പിന്നെ എമിറ്റർ, പിന്നെ ബേസ് റീജിയൻ. ഓക്കെ അല്ലേ? നൗ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ട്രാൻസിസ്റ്റർ പറഞ്ഞു, അതിന്റെ 3 ടെർമിനൽ ഡിവൈസ് എന്ന് പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു. ഇനി പറയേണ്ടത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. How does this transistor work? Okay, അപ്പോൾ let's see the working of a transistor. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് റീജിയൻസ്, രണ്ട് PN ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ്. അപ്പൊ ഇത് NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഓർ PNP ഏതായാലും എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ്. അപ്പൊ N ടൈപ്പ് NP എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയസ് ചെയ്യാന്ന് വെച്ചാൽ P side should be connected to a higher potential. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ NPN ആണെങ്കിലും PNP ആണെങ്കിലും ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഓൾവേസ് ഫോർവേഡ് ബയസ്ഡ്, ബേസ് കളക്ടർ ജംഗ്ഷൻ ഇസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. മറന്നു പോയത് കേട്ടോ. നൗ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ നമ്മൾ കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ അപ്പൊ നമുക്കറിയാം N ടൈപ്പ് ആണെങ്കിൽ ഇവിടെ കൂടുതലുള്ളത് ആരാ? മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് ചാർജിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് പറ്റും? ഇവർ ഇങ്ങോട്ട് റിപ്പൽഡ് ആവും. Or I can say that they are getting emitted. ഈ നെഗറ്റീവിന്റെ പ്രസൻസ് കാരണം they are getting emitted. Now ഈ റീജിയനിൽ ആരാ കൂടുതലുള്ളത്? ഹോൾസ് അല്ലേ? ഈ റീജിയനിൽ കൂടുതലുള്ള ഹോൾസാ. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഹോൾസിൽ കയറിയിരിക്കും. അപ്പൊ എല്ലാ ഇലക്ട്രോൺസും ഈ ബേസ് റീജിയനിലുള്ള ഹോൾസിൽ കയറിയിരുന്ന നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് what are we doing? We are making the doping concentration minimum for the base region. അതുപോലെ width of the base region is also minimum. എന്തിനാണ്? മിനിമം റീകോമ്പിനേഷനെ ഇവിടെ നടക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഒരു 100 ഇലക്ട്രോൺ വന്നാൽ ഏകദേശം 5 ഇലക്ട്രോൺ മാത്രമേ ഇവിടെ റീകമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ, മാക്സിമം പോയാൽ. Okay, it depends on the doping concentration. കേട്ടോ, ഈ 5 100 കണക്ക് depends on the concentration. Okay, but we are trying to minimize the recombination. അതുകൊണ്ടാണ് ബേസിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഏറ്റവും കുറവ്. അതുകൊണ്ടാണ് ബേസിന്റെ width or area ഏറ്റവും കുറവ്. അപ്പൊ കുറച്ച് നമ്പർ ഓഫ് ഹോൾസ് അല്ലേ ഉണ്ടാവത്തുള്ളൂ. That's the reason. Okay, അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എത്തി, ഇവിടുന്ന് റീകമ്പൈൻ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ എത്തുന്ന ഇലക്ട്രോൺസിനെ കാത്തിരിക്കുന്ന എന്താ? ഒരു പോസിറ്റീവ് ടെർമിനൽ കണ്ടോ? ഒരു പോസിറ്റീവ് ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ആവും പോസിറ്റീവിലേക്ക് അല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ടു ദി കളക്ടർ. അപ്പൊ എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എവിടെ എത്തി? നമ്മുടെ കളക്ടറിൽ എത്തി ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസ് എവിടെ എത്തി? കളക്ടർ റീജിയൻ. കളക്ടർ കളക്ട് ചെയ്യണം, ഒന്നും നഷ്ടപ്പെടാതെ മൊത്തം കളക്ട് ചെയ്യാനാണ് ഇവന്റെ ഏരിയ ഹൈ. ഇവന്റെ ഏരിയ കൂടാൻ കാരണം എന്താ? കളക്ട് എവറിത്തിങ് വിതൗട്ട് ലൂസിങ് എനിത്തിങ് അല്ലെ? എമിറ്റർ എമിറ്റ് ചെയ്യണം മാക്സിമം. അതാണ് എമിറ്ററിന്റെ കോൺസെൻട്രേഷൻ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഏറ്റവും ഹൈ. ഓക്കെ, അപ്പൊ ബേസിക് വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകും അല്ലെ? അപ്പൊ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ്, ബേസ് കളക്ടർ ജംഗ്ഷൻ ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. ക്ലിയർ? നൗ ഇവിടെ എന്നോട് ചേർന്ന് ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എമിറ്റർ കറന്റ് I ആണെങ്കിൽ we can say that I is equal to IB plus IC ആയിരിക്കും. എന്താണ്? എമിറ്റർ കറന്റ് I ആണെങ്കിൽ I will be equal to IB plus IC. ഓക്കെ, അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ കറന്റിന്റെ ബേസിക് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തോളണം. I is equal to NEA VD. നമ്മൾ എവിടെ പഠിച്ചതാ? കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചത് അല്ലെ? I is equal to NEA VD. അപ്പൊ ഇത് ഓർത്തോളണം കണ്ടീഷൻ, കറന്റ് എന്താണെന്ന്. അപ്പൊ കാരണം നമുക്ക് ഡിഫ് വെലോസിറ്റിയുടെ ഫോമിലോ ഇലക്ട്രോൺസിന്റെ ഫോമിലോ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഫോമിലോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഓർത്തിരുന്നോളാം. then you can easily proceed further. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന് പ്രധാനമായിട്ട് 2 യൂസസ് ആണുള്ളത്. ഒന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച്. 2, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച്
and it is used as an amplifier. Okay, ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. റൈറ്റ്. അപ്പൊ അതിനുവേണ്ടി ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊന്ന് വരയ്ക്കുകയാണ് ട്രാൻസിസ്റ്ററിന്റെ. So in a transistor, when I draw the input output characteristics, ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇനീഷ്യലി as you can see ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. അതായത് certain value of voltage, something around 0.67 അല്ലെങ്കിൽ 0.7 വോൾട്ടേജ് ഒക്കെ എത്തുന്നത് വരെ ഇവൻ he will give a maximum output. ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് റീജിയൻ. എന്താ പറയുന്നത്? കട്ട് ഓഫ് റീജിയൻ. ഈ 0.67 കഴിഞ്ഞ് ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 1.1 ഒക്കെ എത്തുന്നത് വരെ വാട്ട് ഹാപ്പൻസ്, ദർ ഇസ് അനദർ റീജിയൻ. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. എന്താണ്? ആക്റ്റീവ് റീജിയൻ. ആൻഡ് ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. എന്താണ്? സാച്ചുറേഷൻ റീജിയൻ. അപ്പൊ 3 റീജിയൻസ് ആണുള്ളത്. ഒന്ന് കട്ട് ഓഫ് റീജിയൻ, 2 ആക്റ്റീവ് റീജിയൻ, 3 സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പൊ 3 റീജിയൻസ്: കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. അപ്പോ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ 3 റീജിയൻസ് നമ്മൾ പഠിച്ചു. ഈ കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലുമാണ് ഒരു ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനും യൂസ് ചെയ്ത് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സ്വിച്ച്. മറക്കരുത്. ആക്റ്റീവ് റീജിയൻ യൂസ് ചെയ്താണ് ഇവനൊരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കട്ട് ഓഫും സാച്ചുറേഷൻ യൂസ് ചെയ്ത് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, ആക്റ്റീവ് റീജിയൻ യൂസ് ചെയ്ത് സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പൊ സ്വിച്ച് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ ഈസിലി ആക്സസിബിൾ അല്ലാത്ത, ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ഫർണസസ് അവിടെയൊക്കെ വരുമ്പോൾ ഈസിലി ആക്സസിബിൾ അല്ലല്ലോ. അവിടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആൻഡ് ഓൺ സിറ്റുവേഷൻ വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ അവിടുത്തെ സിറ്റുവേഷനിൽ സ്വിച്ച് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആക്റ്റീവ് റീജിയനിലെ ആംപ്ലിഫയേഴ്സ്, യു നോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആംപ്ലിഫയേഴ്സ് അല്ലെ? നമുക്ക് എപ്പോഴും ആംപ്ലിഫയർ വേണം നമ്മുടെ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ ആംപ്ലിഫയർ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 കോൺഫിഗറേഷൻ ആണ് പറയാറ്. എത്രയാണ്? 3 കോൺഫിഗറേഷൻ. ഒന്ന്, we have to talk about common base configuration, common emitter configuration and common collector configuration. ഇപ്പൊ കോമൺ ബേസ് ആംപ്ലിഫയർ ഉണ്ട്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്, കോമൺ കളക്ടർ ആംപ്ലിഫയർ ഉണ്ട്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കോമൺ എമിറ്ററിലും കോമൺ ബേസിലുമാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഹൗ ദ ക്വസ്റ്റ്യൻസ് കം. റൈറ്റ്, അപ്പൊ നമുക്ക് ആ 3 റീജിയൻസ് ഒന്ന് നോക്കാം. ഏതൊക്കെ റീജിയൻസ് ഉള്ളത്, ഏതൊക്കെ ടൈപ്സ് ഉള്ളത്? CB, CE and CC. Let's see one by one. അപ്പൊ ഏതൊരു കോൺഫിഗറേഷൻ ആയാലും നിങ്ങൾ ബേസിക്കലി ഓർത്ത് വെക്കേണ്ടത് അതിന്റെ ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് എടുക്കുന്നത്. ദിസ് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ റെപ്രസെന്റേഷൻ ഇതാണ് കേട്ടോ. ഈ ആരോ ഉള്ള ടെർമിനലാണ് നമ്മുടെ എമിറ്റർ എന്ന് പറയുന്നത്. ആരോ ഉള്ളത് എമിറ്റർ. ഈ നടുക്ക് വരുന്നതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കളക്ടർ ആണ് കേട്ടോ. ഇത് നമ്മുടെ കളക്ടർ ടൈപ്പ്. അപ്പൊ ആരോ എങ്ങോട്ടാണോ ഡയറക്റ്റഡ് ആയിരിക്കുന്നത് ദാറ്റ് വിൽ ബി ദ എൻ ടൈപ്പ്. റിപ്പീറ്റ്, ആരോ എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്യുന്നത് അത് എന്നിന്റെ നേരെയായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പി, ഇത് എൻ. ഫൈൻ. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് എൻ അല്ലെ? അപ്പൊ ഇത് പി, ഇത് പി. മനസ്സിലായോ? അപ്പൊ ആരോ ഉള്ളത് എമിറ്റർ, ആരോ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു? എൻ ടൈപ്പിന്റെ നേരെ. അപ്പൊ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ബേസിക്കലി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കോമൺ എമിറ്റർ, ആ വാക്കിലുണ്ട് എമിറ്റർ ഇസ് കോമൺ. എന്താണ് കോമൺ? എമിറ്റർ ഇസ് കോമൺ. എമിറ്റർ ഇസ് കോമൺ ടു ദ ഇൻപുട്ട് ആൻഡ് ദി ഔട്ട്പുട്ട്. ഇത് ഇൻപുട്ട് സെക്ഷൻ, ഇത് ഔട്ട്പുട്ട് സെക്ഷൻ. ഫുൾ ഡീറ്റെയിൽഡ് ഫിഗർ ഒന്നും വരയ്ക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതോ ആവശ്യമുള്ളതോ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് NCERT വേണമെങ്കിൽ നോക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി എൻട്രൻസിന് ആവശ്യമുള്ള മെയിൻ ക്വസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കേട്ടോ. അപ്പോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. ഇത് കളക്ടർ, അവിടെ റെസിസ്റ്റർ വരച്ചു, RC, കറന്റ് IC. ബേസിന്റെ അവിടെ ഒരു കറന്റ് IB, റെസിസ്റ്റൻസ് RB. ഓക്കെ, ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എമിറ്റർ കോമൺ ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. എമിറ്റർ കോമൺ ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഓക്കെ അല്ലേ? സോ നൗ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഗെയിൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആണ്. എന്താ ഓർത്തിരിക്കേണ്ടത്? ഗെയിൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഗെയിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എന്താണ് ഗെയിൻ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഫസ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് കറന്റ് ഗെയിൻ ആണ്. കറന്റ് ഗെയിൻ. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്. അതാണ് ഐഡിയ. റെപ്രസെന്റേഷൻ ബീറ്റ രണ്ടെണ്ണം ഉണ്ട്. ബീറ്റ AC കറന്റ് ഗെയിൻ,
AC current എന്ന ഔട്ട്പുട്ട് എന്താ IC അല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ IC ബൈ ഇൻപുട്ട് IB. ചേഞ്ച് ഇൻ IB. മനസ്സിലായല്ലോ? ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ചേഞ്ച് ഇൻ IC ബൈ ചേഞ്ച് ഇൻ IB. ഓക്കെ. ഇനി ബീറ്റ DC ഉണ്ട്. സാധാരണ ഗതിയിൽ നമ്മൾ ബീറ്റ AC ബീറ്റ DC ആവശ്യം വരില്ല. സാധാരണ നമുക്ക് ചുമ്മാ ബീറ്റ മതി. ബീറ്റ DC തന്നെയാണ് നമ്മുടെ ബീറ്റ. ഓക്കെ. ബീറ്റ എന്ന് പറഞ്ഞാൽ വെറുതെ IC ബൈ IB. Change output current by input current or collector current by the base current. Okay. അപ്പൊ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കറന്റ് ഗെയിൻ ആണ് എഴുതിയത്. ഇനി അടുത്തത് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ നമ്മൾ AV വെച്ച് റെപ്രസെന്റ് ചെയ്യാം. AV is equal to output voltage by input voltage. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജ്. ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താ? This is equal to ICRC. ഇൻപുട്ട് ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താ? IBRB. Okay. അപ്പോ ICRC by IBRB. ഈ IC by IB എന്ന് വെച്ചാൽ എന്താ? IC by E എന്ന് വെച്ചാൽ ബീറ്റ ആണല്ലേ? കറന്റ് ഗെയിൻ ബീറ്റയാണ്. So this is equal to beta into RC by RB. Output resistance by input resistance. Resistance gain. എന്താണ്? Resistance gain. നമുക്ക് RG എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ AV അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു ദ റെസിസ്റ്റൻസ് ഗെയിൻ. അപ്പൊ ഇത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ. ഓക്കെ. നൗ വോൾട്ടേജ് ഗെയിൻ കഴിഞ്ഞു. അടുത്തത് പവർ ഗെയിൻ ആണ്. നമുക്ക് AP എന്ന് വിളിക്കാം. സ്റ്റാൻഡേർഡ് ഒന്നും അല്ല. ജസ്റ്റ് കോളിംഗ് ഇറ്റ് ആസ് AP. AP power gain is equal to output power by input power. Output power by input power. And this is equal to output power എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട്പുട്ട് I square R ഓ V square by R ഓ VI ഓ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഞാൻ I square R യൂസ് ചെയ്യുന്നു. അപ്പൊ IC square RC by ഇൻപുട്ട് എന്ന് പറയുമ്പോൾ IB square RB. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഇക്വേഷൻസ് മൊത്തം ബൈ ഹാർട്ട് ഓർത്ത് വയ്ക്കുന്നു വേണ്ട. ഈ ചെറിയൊരു ഫിഗർ ഓർത്താൽ മതി. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഓൾവേസ്. ഓക്കെ. അപ്പോ IC square RC by IB square RB. Okay. Or this can be written as beta square into resistance gain. എന്താണ്? Beta square into resistance gain. Clear? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ കാണാം. കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ബീറ്റയുടെ വാല്യൂ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ബീറ്റയുടെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ. ബീറ്റയുടെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബീറ്റ ആണോ ആൽഫ ആണോ എന്ന് പറയത്തില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 1 100 അറേഞ്ച് ഒക്കെ വരും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്താണ്? ബീറ്റയാണ്. ഓക്കെ. ഇനി കോമൺ ബേസ് കോൺഫിഗറേഷനിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ കോമൺ ബേസ് കോൺഫിഗറേഷനിലേക്ക് പോകുമ്പോൾ ഫിഗറിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നത് നമുക്ക് ഇങ്ങനെയാണ്. ബേസ് ആണ് കോമൺ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. കളക്ടർ ഇത് തന്നെ, വ്യത്യാസമില്ല. ഇത് നമ്മുടെ എമിറ്റർ. ഇത് IE കറന്റ്, റെസിസ്റ്റൻസ് RE, ഇത് IC RC. ഓക്കെ. അപ്പൊ ബേസ് ആണ് കോമൺ ആർക്ക്? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഓക്കെ. അപ്പൊ ഔട്ട്പുട്ട് വരുന്നത് കളക്ടർ. അപ്പൊ ഓർക്കണം, കോമൺ എമിറ്റർ ആണെങ്കിലും ശരി, കോമൺ ബേസ് ആണെങ്കിലും ശരി, ഔട്ട്പുട്ട് ആര് തന്നെയാ? കളക്ടർ. ഓക്കെ. ഇനി കോമൺ കളക്ടർ വരുമ്പോഴാണ് എന്ത് മാറുന്നത് അറിയോ? ഔട്ട്പുട്ട് എമിറ്റർ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഗെയിനിന് എഴുതാം ഓൾവേസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. റെപ്രസെന്റേഷൻ ആൽഫ. അപ്പൊ ആദ്യം ആൽഫ AC by is equal to change in IC by change in IE. Okay. അപ്പൊ ഇവിടെയും ബീറ്റ DC and ബീറ്റ. അപ്പോ ആൽഫ I ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് IE ആണ്. മനസ്സിലാവുണ്ടോ? ഓക്കെ. ഇനി വോൾട്ടേജ് ഗെയിനോ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ICRC ബൈ ഇൻപുട്ട് IERE. അപ്പൊ ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. IERE. ഓക്കെ. അപ്പൊ ഇവിടെ ആൽഫയ്ക്ക് ബീറ്റയ്ക്ക് പകരം ആൽഫ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ. അഗെയിൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഗെയിൻ. ഓക്കെ. അതുപോലെ നമ്മുടെ ഇതെന്തായിരിക്കും ഈ വാല്യൂ? പവർ ഗെയിൻ. ഇവിടെ ഔട്ട്പുട്ട് കുഴപ്പമില്ല, ഇൻപുട്ട് മാറി. എന്ത് മാറി? ഇവിടെ IE സ്ക്വയർ RE, ഇവിടെ ആൽഫ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ. ക്ലിയർ? അപ്പൊ ഇതാണ് ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ? ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉണ്ടാവും.
ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. എന്ത് തമ്മിൽ? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കോമൺ എമിറ്ററിന്റെ. കോമൺ ബേസ് ആണെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഇൻ ഫേസ്. റിപ്പീറ്റ്, കോമൺ എമിറ്റർ ആണെങ്കിൽ there will be a phase difference between the input and output by 180 degree. Common base ആണെങ്കിലോ they will be in phase. Okay, അപ്പോൾ common emitter configuration and common base configuration. Clear അല്ലേ? Right. Now മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓർക്കാൻ പറ്റുന്നത്, ഈ കോമൺ എമിറ്ററിനെയും കോമൺ ബേസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടി ഓർക്കുക. ഇവരുടെ ആൽഫയും ബീറ്റയും റിലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ആൽഫ ഇസ് ആക്ച്വലി ഈക്വൽ ടു beta by beta plus 1. എന്താണ് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. ഒരു ടേം കൂടി ഓർത്ത് വെക്കുക, ട്രാൻസ് കണ്ടക്ടൻസ് GM is equal to change in collector current by change in base emitter voltage. എന്താണ് change in collector current by change in base emitter voltage. അപ്പൊ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബേസിന്റെയും എമിറ്ററിന്റെയും ഇടയിലുള്ള വോൾട്ടേജ്. ഓക്കെ, സോ ഈ കണ്ടീഷൻ കൂടി ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മള് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പറയാതിരുന്നൊരു കാര്യമാണ്, നമ്മുടെ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് NEയും നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾസ് NHും ആണെങ്കിൽ NE into NH is actually equal to NI square. NI എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. അപ്പൊ NE into NH is equal to NI square ആണ്. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് കൂടാതെ മറ്റൊരു കാര്യം, നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും മൊബിലിറ്റി ഓഫ് ഇലക്ട്രോണും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to mobility of the electron or the charged particle. ഇപ്പൊ ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ, ഹോൾ ആണെങ്കിൽ ഹോൾ, into the electric field. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടന്റ്, 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ VD is equal to mu E. Please remember that. Okay, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിൽ പറയാം. ഇനി കോമൺ കളക്ടർ എങ്ങനെയായിരിക്കും? ചുമ്മാ ഡയഗ്രാം സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. കോമൺ കളക്ടർ എന്ന് പറയുമ്പോൾ കളക്ടർ കോമൺ ആയിരിക്കും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഔട്ട്പുട്ട് എന്താ വരുന്നത്? എമിറ്റർ ആണ് വരുന്നത്. ഇൻപുട്ട് ബേസ് വരും. ഓക്കെ, ഇത് IB RB, ഇത് IE RE. ഇവിടെ റെപ്രസെന്റേഷൻ ഗാമയാണ് കേട്ടോ. റെപ്രസെന്റേഷൻ എന്താണ്? ഗാമയാണ്. പിന്നെ വേണമെങ്കിൽ ഇത് ഓർത്ത് വെച്ചോളൂ, ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ ഗാമയാണ്. ഓക്കെ, അപ്പൊ ഗാമ അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ചോദിച്ചാൽ ജസ്റ്റ് റിമെമ്പർ ദിസ് ഫിഗർ ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഗെയിൻ ഒക്കെ നമുക്ക് എഴുതാം. ഏതൊക്കെ? കറന്റ് ഗെയിൻ എഴുതാം, അതുപോലെ വോൾട്ടേജ് ഗെയിൻ എഴുതാം, പവർ ഗെയിൻ എഴുതാം. ഓക്കെ, അപ്പൊ ട്രാൻസ് കണ്ടക്ടൻസ് ഡിഫൈൻ ചെയ്യുന്നത് കോമൺ എമിറ്ററിലുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലും ട്രാൻസിസ്റ്റേഴ്സിൽ. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ലോജിക് ഗേറ്റ്സിലേക്കാണ്. ലോജിക് ഗേറ്റ്സ്, അപ്പൊ ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഭാഗമായ ലോജിക് ഗേറ്റ്സ്. ഓക്കെ, അപ്പൊ ലോജിക് ഗേറ്റ്സ് റിലേറ്റീവ്ലി ഒരു സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പൊ ലോജിക് ഗേറ്റ്സ് പറയുമ്പോൾ അവിടെ ബൂളിയൻ ആൾജിബ്ര ഉണ്ട്, അതുകൂടാതെ നോർമൽ ഒരു വൺസ് ആൻഡ് സീറോസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോ ഐ വുഡ് പേഴ്സണലി റെക്കമെൻഡ് യു ടു യൂസ് വൺസ് ആൻഡ് സീറോസ്. കാരണം ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ കട്ട് ആയിട്ട് അറിയാത്തവരാണെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിളും കാര്യങ്ങളും നമുക്ക് ആദ്യം തന്നെ കാണാം. ഓക്കെ, ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ് ഗേറ്റ് ആണ്. എന്താണ് ആൻഡ് ഗേറ്റ്? ആൻഡ് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആൻഡ് ഗേറ്റ്. ഇപ്പൊ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് വരച്ചിട്ടുള്ളത്. എപ്പോഴും 2 ഇൻപുട്ട് തന്നെ ആവണമെന്നില്ല കേട്ടോ, 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഒക്കെ വരാം. ബട്ട് നോട്ട് ഫോർ ദി പ്രസന്റ് ലെവൽ ഓഫ് സ്റ്റഡി, നോട്ട് ചെയ്ത്. അപ്പൊ ABY. അപ്പൊ ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ Y will be equal to A dot B. A dot B അല്ലെങ്കിൽ A into B എന്ന് വേണമെങ്കിൽ വിചാരിക്കാം നമുക്ക്. അപ്പൊ ഇവിടുത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ വരുന്നത്, ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മുടെ A, ഇത് B, ഇത് Y ഔട്ട്പുട്ട് 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പൊ ഇൻപുട്സ് 0 and 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഇൻറ്റു ചെയ്യുന്നത് പോലെ 0 into 1 0, 1 into 0 0, 1 into 1 1. സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എന്ന് ഓർത്ത് വെച്ചാൽ മതി ആൻഡ് ഗേറ്റിന്റെ. ഓക്കെ, Y is equal to A dot B. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് OR ഗേറ്റ് ആണ്. OR ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ദിസ് ഇസ് എൻ OR ഗേറ്റ്. അഗൈൻ 2 ഇൻപുട്സ് ആണ് വരച്ചിട്ടുള്ളത്, എയും ബിയും, ഔട്ട്പുട്ട് Y. ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, Y is equal to A plus B ആണ്. എന്താണ്? Y is equal to A plus B ആണ്. അപ്പൊ ഇവിടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, A B and Y 0 0 0 1 1 0 1 1. അപ്പൊ ഇവിടെ 0 എന്ന് വെച്ചാൽ ഇൻപുട്ട് ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ. 0 ഇൻപുട്ട്, ലോ വാല്യൂ. 1 എന്ന് വെച്ചാൽ ഒരു ഹൈ ഇൻപുട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ 0 0 0 പ്ലസ് 0 0 പ്ലസ് ചെയ്യുന്ന പോലെ എന്ന് വിചാരിച്ചാൽ മതി. 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1, 1 പ്ലസ് 1, 1 പ്ലസ് 1 2 എഴുതി വെക്കരുത്. ഒരു ഹൈയും വന്നാൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ OR ഗേറ്റിന്റെ.
ഇനി അടുത്തത് നമ്മുടെ നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന്റെ representation is like this. This is our NOT gate. അപ്പോൾ ഒരു സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആണ്. എ ആണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി എ ബാർ ഓർ എ കോംപ്ലിമെന്റ് എന്ന് പറയും. അതായത് y is equal to a negation അല്ലെങ്കിൽ എ ബാർ ആണ് ഓർ എ കോംപ്ലിമെന്റ് ആണ്. ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന 0 ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്ന 1 ആയിരിക്കും. ഇൻപുട്ട് കൊടുക്കുന്ന 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോ ആൻഡ് ഗേറ്റ് ആയി, ഓർ ഗേറ്റ് ആയി, നോട്ട് ഗേറ്റ് ആയി. അപ്പൊ 3 ലോജിക് ഗേറ്റ്സ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. സംശയമില്ലല്ലോ. ഇനി അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഗേറ്റ് എന്ന് പറയുന്നത് ഈ ആൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും അതുപോലെ ഓർ ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നാൻഡ് ഗേറ്റ്, ആൻഡിന്റെയും നോട്ടിന്റെയും കോമ്പിനേഷൻ ആണ്. രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് വി ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഈ അറ്റത്ത് കാണുന്നത് ഒരു നോട്ട് ഗേറ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഫുൾ സാധനത്തിനെയാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ ബി ഔട്ട്പുട്ട് വൈ. അപ്പൊ ഇവിടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇത് ഔട്ട്പുട്ട് വൈ, ഇത് വൈ ഡാഷ് ആണ്. ആദ്യം ഒരു ആൻഡ് ഗേറ്റ് ആണ് വരുന്നത്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. അതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്പ്രഷൻ y is equal to a into b, a dot b bar. അപ്പൊ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും നോക്കാം. a b y dash and y. അപ്പൊ 0 0 0 1 1 0 1 1. ഒരു ആൻഡ് ഗേറ്റ് എടുക്കുമ്പോൾ 0 0 0 0 1 0 1 0 0 1 1 1 അല്ലെ? ഇതിനെ നോട്ട് ചെയ്യണം. അതാണ് ഔട്ട്പുട്ട് 1 1 1 0. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതാണ് ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു നോർ ഗേറ്റും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് ബൂളിയൻ എക്സ്പ്രഷൻ ഇതാണ്. ഇതാണ് ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. എ ബി ആൻഡ് ഔട്ട്പുട്ട് ഇസ് വൈ. ഓർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അഗെയിൻ ഒരു ഓർ ഗേറ്റ്, ഔട്ട്പുട്ട് വൈ ഡാഷ്, ഫൈനലി ഒരു വൈ. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് എന്ത് ചെയ്തു? നോട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ എങ്ങനെ വരും എന്ന് കാണിച്ചു തരാം. ടേബിൾ നമുക്ക് വരയ്ക്കാം, ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. അപ്പൊ ബൂളിയൻ എക്സ്പ്രഷൻ വിൽ ബി y is equal to a plus b bar. ഓക്കെ, അപ്പൊ a b y dash and y. 0 0 0 1 1 0 1 1 0 0 0 1 1 1 അല്ലെ? ഇതിന്റെ ഇതെടുക്കണം. അപ്പൊ 1 0 0 0. അപ്പൊ ഇതാണ് നോർ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗേറ്റ് കിട്ടി? ആൻഡ് ഗേറ്റ് കിട്ടി, ഓർ ഗേറ്റ് കിട്ടി, നാൻഡ് ഗേറ്റ് കിട്ടി, അതുപോലെ നോർ ഗേറ്റ് കിട്ടി. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടതെന്ന് അറിയോ? നമ്മുടെ ഈ നോട്ട് ഗേറ്റിന്റെ വേറെ രണ്ട് റെപ്രസെന്റേഷൻ. അതായത് ഒന്ന് ഇതാണെന്ന് പറഞ്ഞു, 2 ഇൻപുട്സ് ഷോർട്ട് ചെയ്ത ഒരു നാൻഡ് ഗേറ്റും 2 ഇൻപുട്സ് ഷോർട്ട് ചെയ്ത ഒരു നോർ ഗേറ്റും നമ്മുടെ നോട്ട് ഗേറ്റ് തന്നെയാണ്. സോ 2 ഇൻപുട്സ് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു നാൻഡ് ഗേറ്റ്. ദിസ് ഈസ് എ നോട്ട് ഗേറ്റ്. നോക്കാമല്ലോ. ഇവിടെ 0 എടുത്തു. അപ്പൊ 0 0 0 0 കൊടുത്തപ്പോൾ ആൻഡ് ആണെങ്കിൽ 0, നോട്ട് ചെയ്യുമ്പോൾ 1. 0 കൊടുത്താൽ 1 വരും, അതുപോലെ 1 കൊടുത്താൽ 0 വരും. സിമിലർലി നമുക്ക് ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നോർ ഗേറ്റ് 2 ഇൻപുട്സും ഷോർട്ട് ചെയ്ത നോർ ഗേറ്റും എന്ത് തന്നെയാണ്? ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ നോട്ട് ഗേറ്റ് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നിത്. അപ്പൊ 2 ഇൻപുട്സും ഷോർട്ട് ചെയ്ത നാൻഡ് ഗേറ്റും 2 ഇൻപുട്സും ഷോർട്ട് ചെയ്ത നോർ ഗേറ്റും എന്ത് തന്നെയാണ്? നോട്ട് ഗേറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ഗേറ്റ് കൂടി പറയാം ഞാൻ. That is about exclusive OR അല്ലെങ്കിൽ XOR gate. SOR അല്ല, XOR gate. XOR gate representation is like this. This is a representation XOR gate ന്റെ. അപ്പോൾ inputs A, B, Y. Okay, expression എന്ന് പറയുമ്പോൾ Y is equal to A exclusive or B എന്നാണ്. A exclusive or B. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, A B bar plus B bar A. അല്ല സോറി, A B bar plus same ആണ് A bar B. ഓക്കെ, അപ്പൊ എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നൗ ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു നോക്കുമ്പോൾ എന്ത് വരുന്നു നോക്കാം. ഓക്കെ, അപ്പൊ ഇത് എ ബാർ, ഇത് ബി, ഇത് ബി ബാർ, ഇത് ഔട്ട്പുട്ട്. ഫൈൻ. അപ്പോ 0 0 0 1 1 0 1 1 എ ബാർ അല്ലേ ഇത്? അപ്പൊ 1 1 0 0. ഇവിടെ 1 0 1 0. ഓക്കെ, ഇത് നോക്കാം. ഫസ്റ്റ് എ ബി ബാർ. എ ബി ബാർ എന്ന് പറയുമ്പോൾ എ ബി ബാർ 0 into 1 0. എ ബാർ ബി 1 into 0 0. അപ്പൊ 0 plus 0 0. മനസ്സിലായല്ലോ. അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ ഇതും 0 കിട്ടും, 1 കിട്ടാൻ പോകുന്ന ഇതും മാത്രമാണ്. Which means you can easily remember the condition for an XOR gate.
XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകണമെങ്കിൽ either of the two inputs should be 0. Either of the two inputs should be 0. അതായത് രണ്ട് ഇൻപുട്ട്സിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് വരുള്ളൂ? 1 വരുള്ളൂ. രണ്ട് ഇൻപുട്ടും 0 ആയാലോ ഔട്ട്പുട്ട് 1 വരുമോ? വരത്തില്ല. രണ്ട് ഇൻപുട്ടും 1 ആയാൽ ഔട്ട്പുട്ട് 1 വരുമോ? ഇല്ല. അപ്പോ XOR ഗേറ്റ് ഓർക്കണം, രണ്ട് ഇൻപുട്സും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ട് ഇൻപുട്സും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏത് ഗേറ്റില്? XOR ഗേറ്റില്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മുടെ പ്രോപ്പർട്ടീസ് കൂടി കണ്ട് വിൽ വൈൻഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. അപ്പൊ കുറച്ച് ബൂളിയൻ ഐഡന്റിറ്റീസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 0 + a എന്ന് പറഞ്ഞാൽ a ആണ്. അതായത് ഇവിടെ 1 ആണെങ്കിൽ 1 വരും, 0 ആണെങ്കിൽ 0 വരും. മനസ്സിലായോ? അപ്പൊ a നമുക്ക് 1 ആകാം, 0 ആകാം. ഓക്കെ, അത് ബേസ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. 1 + a ആണെങ്കിൽ 1 ആയിരിക്കും, a + a bar ആണെങ്കിൽ 1 ആയിരിക്കും, 1 × a ആണെങ്കിൽ a ആണ്, 0 × a ആണെങ്കിൽ 0 ആണ്. അതുപോലെ a + a ആണ്, a × a ആണ്. അപ്പൊ ഇത്രയും ഐഡന്റിറ്റീസ് ബേസിക്കലി ഓർത്ത് വെക്കുക. ഇനിയുണ്ട് അസോസിയേറ്റ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നൊക്കെ പറഞ്ഞത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ. റൈറ്റ്? അപ്പൊ ബേസിക്കലി നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ, ഫിഗർ വരുമ്പോൾ സോൾവ് ചെയ്യുന്ന ഓരോ എക്സാമ്പിളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മുടെ ഡി മോർഗൻസ് ആണ്. അപ്പൊ ഡി മോർഗൻസ് എന്ന് പറയുമ്പോൾ a + b bar is equal to a bar × b bar, ab the whole bar is equal to a bar + b bar. ഇത് രണ്ടും ഓർത്ത് വെച്ചോളൂ. നമ്മുടെ ഡി മോർഗൻസ് ലോ എന്നറിയപ്പെടുന്ന ലോസ് ആണ്. അപ്പൊ എളുപ്പമാണ് ഓർത്തിക്കാൻ. പ്ലസ് വന്നാൽ ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഇൻറ്റു വന്നാൽ ഇവിടെ പ്ലസ് വരും. വെരി സിമ്പിൾ. അപ്പൊ a + b ഹോൾ ബാർ ആണെങ്കിൽ a bar × b bar, a b the whole bar ആണെങ്കിൽ a bar + b bar. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നമുക്ക് വേവ് ഫോം വരുമ്പോൾ എങ്ങനെ വരും, കണ്ടീഷൻസ് എങ്ങനെ വരും എന്ന് കാണിക്കാം. അതുപോലെ ബാക്കിയുള്ള ലോജിക് ഗേറ്റ്സ് വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് അതിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പൊ സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ബേസിക് ഐഡിയ അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ നമ്മള് PN ജംഗ്ഷൻ ഡയോഡിൽ നിന്നാണ് തുടങ്ങിയത്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, എനർജി ഗ്യാപ്പ്. പിന്നെ അവിടെ വിട്ടുപോയ ഒരു കാര്യം ഫെർമി ലെവൽ എന്നൊരു ടേം ഉണ്ട്. അപ്പൊ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ദ മാക്സിമം എനർജി ലെവൽ ആൻ ഇലക്ട്രോൺ ക്യാൻ ഹാവ്. അതാണ്. അപ്പൊ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ വിൽ ബി ക്ലോസ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ് എങ്കിൽ ഫെർമി ലെവൽ ഇതിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഇനി പി ടൈപ്പ്, അപ്പൊ NC എന്ന് ഓർത്താൽ മതി. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ വിൽ ബി ക്ലോസ് ടു ദി വാലൻസ് ബാൻഡ്. അപ്പൊ ഇത് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, എന്താണ് ഫെർമി ലെവൽ? മാക്സിമം എനർജി ലെവൽ ആൻ ഇലക്ട്രോൺ, മാക്സിമം എനർജി പോസിബിൾ ഫോർ എൻ ഇലക്ട്രോൺ. അപ്പോ ഈ ടേംസ് കൂടി ഓർത്ത് വെക്കുക. സോ റെക്ടിഫയേഴ്സിനെ കുറിച്ചൊക്കെ കുറേ കൂടി ഡെപ്ത് നോളേജ് വേണമെങ്കിൽ ഗോ ത്രൂ ദ NCERT. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ഒരു ഓവർവ്യൂ ആണ് ഫുൾ ചാപ്റ്റർ തന്നിട്ടുള്ളത്. Okay, so I hope the points are clear. In case you have any doubts, please feel free to comment below. Until we meet in the next video, thank you.